ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്യാരറ്റും ബാസ്മതി അരിയും വെച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കിയെടുത്താലോ? അതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 350 ഗ്രാം ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം ക്യാരറ്റ് മാത്രം ചീകി പ്രത്യേകം വെക്കണം. വേറൊരു ബൗൾ എടുത്തിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ബാസ്മതി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമുള്ള റൈസാണ്. ബാസ്മതി റൈസ് വേണ്ടാന്നുള്ളവർക്ക് ഏത് അരി വേണമെങ്കിലും ചേർക്കാം, നുറുക്കി ചേർക്കണമെന്ന് മാത്രം. അരി നന്നായിട്ടൊന്ന് കഴുകി 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ നമ്മൾ 50 ഗ്രാം ക്യാരറ്റ് മാറ്റി വെച്ചത് ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചീകിയിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ക്യാരറ്റ് ഇതുപോലെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു പ്രഷർ പാനിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, വേകാൻ ആവശ്യമുള്ള വെള്ളം. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് അളവില്ല, ഈ ക്യാരറ്റിൻ്റെയും റൈസിൻ്റെയും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മതിയാകും. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. അത് വേവിച്ച് മാറ്റി വെച്ചു. ഇനി അടുത്ത ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമ്മൾ ചീകി മാറ്റി വെച്ചിരുന്ന 50 ഗ്രാം ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് വേകാനുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഏകദേശം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പ്രഷർ പാനിൽ വേവിക്കാനായിട്ട് വെച്ച ക്യാരറ്റും ബാസ്മതി റൈസും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേറെ വേറെ പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് വരട്ടെ. അതേ പ്രഷർ പാനിൽ തന്നെ കടലപ്പരിപ്പ് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒറ്റ വിസിൽ മതി, ഹൈ ഫ്ലെയിമിൽ. വെന്തുടഞ്ഞൊന്നും പോകണ്ട, നന്നായി വെന്ത് കിട്ടിയാൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം നമുക്ക് വേവിച്ച് വെച്ച ബാസ്മതി റൈസ് ഒന്ന് നുറുക്കിയെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലിരിക്കുന്ന വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 അല്ലെങ്കിൽ 3 പൾസ് മതിയാകും. കണ്ടോ, നുറുക്കരിയൊക്കെ നമ്മൾ പായസം വെക്കാനായിട്ട് എടുക്കില്ലേ, അതുപോലത്തെ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് ക്യാരറ്റും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ്. അത് മാറ്റി വയ്ക്കാം. നമുക്കിനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനതിലേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10-15 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. കാഷ്യൂ നട്ട്സ് ചെറുതായി ഒന്ന് കളർ മാറി വരട്ടെ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടിയിട്ട് നന്നായി വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് ക്യാരറ്റ് മിശ്രിതം ഇടുന്ന സമയത്ത് അത് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് മിശ്രിതം ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് പാലൊഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്യാരറ്റ് അരച്ചതിൻ്റെ. അതും കൂടി ആദ്യം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 1 ലിറ്റർ പാല് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് തിളപ്പിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ലിറ്റർ ആദ്യം ചേർത്ത് നോക്കാം. തിക്നെസ് മതിയായിട്ടുണ്ടെങ്കിൽ അത്രയും മതിയാകും. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ പാല് ഞാൻ ചേർക്കുന്നുണ്ട്. 1 ലിറ്റർ പാലെടുത്തതിൽ ഇത്രയും ബാക്കിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേകാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതിയാകും. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡാണ് ഞാൻ മധുരത്തിനായിട്ട് ചേർക്കുന്നത്. 250 ml കപ്പിൽ 1.25 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ആവശ്യമുള്ളത്ര കുറുകി കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ച ഏലക്കാ പൊടിയാണിത്. 1 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഓപ്ഷണലാണ്. നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് നല്ല ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടും, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ ക്യാരറ്റും ബാസ്മതി റൈസും വെച്ചിട്ട് നല്ലൊരു കീർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ബാസ്മതി റൈസിൻ്റെ നല്ല ഫ്ലേവർ ഇതിൽ അറിയുന്നുണ്ട്. എടുത്ത് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച നട്ട്സും റൈസിൻസും ഇതിൽ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പും നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കീറിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരറ്റ് മിശ്രിതം ഉണ്ടല്ലോ, വഴറ്റി വെച്ചല്ലോ പഞ്ചസാരയുമായിട്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കീറിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണേ. ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.